മക്കളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ആണ്. ഇപ്പൊ നമുക്കറിയാം, പരീക്ഷയ്ക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കും. 2 പ്രസ്താവന ശരിയായിരിക്കും, 2 തെറ്റായിരിക്കും. അത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് പാഠഭാഗത്തെ കുറിച്ച് നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം, അല്ലെ? നമുക്ക് പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. തന്റെ ജനം ഇരുളിനെ കീറി മുറിച്ച് ഉയർന്നു പറക്കുന്ന സ്വപ്നമായിരുന്നു അവന്റെ മനസ്സു നിറയെ. ഈ വാക്യത്തിലെ ആശയത്തിന് യോജിച്ചവ 2 എടുത്തെഴുതുക. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയ കിനാവിന്റെ പ്രവേശകാണ് അല്ലെ ജൊനാഥനെ കുറിച്ച്. ജൊനാഥൻ എന്ന് പറഞ്ഞ കടൽ കാക്കയെ കുറിച്ച്. അപ്പൊ ജൊനാഥനെ കുറിച്ചുള്ള പോയിന്റ്സ് എല്ലാം നമ്മുടെ മനസ്സിൽ വരണം. ജൊനാഥൻ എന്തൊക്കെയായിരുന്നു? അപ്പം ഒന്നാമത്തെ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രതിസന്ധികളെ അതിജീവിക്കുക. ജൊനാഥനുമായിട്ട് ബന്ധപ്പെട്ടതാണോ? പ്രസ്താവനയാണോ? അതെ അല്ലെ, ജൊനാഥൻ പ്രതിസന്ധികളെ അതിജീവിച്ച് ഉയർന്നു പറക്കാനാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തത് അടിമത്തവുമായി പൊരുത്തപ്പെടുക. ജൊനാഥനുമായിട്ട് തീരെ യോജിക്കാത്ത ഒരു പ്രസ്താവനയാണ്. ആരെ അടിമയായിട്ട് കഴിയാൻ ജൊനാഥൻ തയ്യാറല്ല. മൂപ്പർക്ക് സ്വാതന്ത്ര്യദാഹമാണ് ഉള്ളത് അല്ലെ. അപ്പൊ അടിമത്തവുമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറല്ല. മൂന്നാമത്തെ പോയിന്റ് നോക്ക്. സമൂഹത്തെ പരിവർത്തിപ്പിക്കുക. ജൊനാഥന്റെ പ്രധാനപ്പെട്ട ചിന്തയാണ് സമൂഹത്തെ പരിവർത്തിപ്പിക്കുക. അത് ശരിയായിട്ടുള്ള ഉത്തരാണ്. നാലാമത്തത് പാരമ്പര്യത്തിൽ മുഴുകി ജീവിക്കുക. ശരിയാണോ മക്കളെ? പാരമ്പര്യത്തിൽ മുഴുകാൻ വേണ്ടിയിട്ട് ജൊനാഥൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. തന്റെ തലമുറയെ പോലെയുള്ള ജീവിതം നയിക്കാനല്ല ജൊനാഥൻ ആഗ്രഹിക്കുന്നത്. അവരെ പോലെ ജീവിക്കേണ്ട ഉയരത്തിൽ പറക്കാനാണ് ജൊനാഥൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ആൻസർ ആണ് അല്ലെ, പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും നമ്മുടെ സന്ദർശനത്തിലുള്ള വരികളാണ്. ഇവിടെ പ്രകടമാകുന്ന ഭാവങ്ങൾ എന്തൊക്കെയാണ്? ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഭാവങ്ങൾ പിടികിട്ടി അല്ലെ. ഒന്നാമത് പ്രതീക്ഷ. പ്രതീക്ഷയാണോ? പൊലിഞ്ഞു പോകുമ്പോ എന്ത് പ്രതീക്ഷയാണ് അല്ലെ. അപ്പൊ എന്താണ്? പ്രതീക്ഷ എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടാമത്തത് നിരാശ അല്ലെ. കാമുകിയും കാമുകനും പിരിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അല്ലെ. ആ ഒരു സന്ദർശക മുറിയിൽ ഇരിക്കുമ്പോ നിരാശയാണ് ഉള്ളത്. അപ്പൊ നിരാശ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. മൂന്നാമത്തെ നോക്ക്. സംതൃപ്തി. എന്തെങ്കിലും സംതൃപ്തി അനുഭവപ്പെടുന്നുണ്ടോ അവർക്ക്? ഇല്ല, സംതൃപ്തി തെറ്റാണ്. അവസാനത്തെ നോക്ക്. നിസ്സഹായത അല്ലെ. നിസ്സഹായ അവസ്ഥയിലാണ് അവര് ആ സന്ദർശന മുറിയിൽ ഇരിക്കുന്നത്. അപ്പം നമുക്ക് രണ്ടാമത്തെയും നാലാമത്തെയും ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. വരി വായിക്കുമ്പോ സന്ദർഭത്തിലേക്ക് ഒന്ന് എത്തി നോക്കുക. അപ്പൊ സന്ദർശനത്തില് എന്തായിരുന്നു സന്ദർഭം എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തേത് നോക്ക്. അനർഘ നിമിഷത്തിന് യോജിച്ച 2 വിശേഷണങ്ങൾ എടുത്ത് എഴുതുക. നിരന്തരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത്. അനർഘ നിമിഷത്തിന് യോജിക്കുന്ന 2 വിശേഷണങ്ങളെ എടുത്ത് എഴുതുക. ഒന്നാമത് കവിതയോട് അടുത്ത് നിൽക്കുന്ന ആഖ്യാനം അല്ലെ. ശരിയാണ് മക്കളെ. അത് നിങ്ങൾക്ക് ഓർത്തു വെക്കേണ്ടതാണ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. കവിതയോട് അടുത്ത് നിൽക്കുന്ന ആഖ്യാനം. പിന്നെ ആക്ഷേപഹാസ്യം മുഖ്യ പ്രമേയമാവുന്നു. ആണോ? അല്ലെ. ബഷീറിന്റെ രചനകളൊക്കെ ആക്ഷേപഹാസ്യം ഉള്ളതാണ്. പക്ഷെ അനർഘ നിമിഷം എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൽ നമുക്ക് ഒരു ആക്ഷേപഹാസ്യവും കാണാൻ വേണ്ടി പറ്റൂല. മൂന്നാമത്തത് സാമൂഹിക രാഷ്ട്രീയ വിമർശനം നിർവഹിക്കുന്നു. ഉണ്ടോ? എന്തെങ്കിലും വിമർശനം അതിൽ പറയുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇല്ല. അടുത്തത് ജീവിതത്തെ അനർഘ നിമിഷമായി കാണുന്നു. അനർഘ നിമിഷം എന്ന് വെച്ചാൽ അമൂല്യമായ നിമിഷം. അപ്പം ജീവിതത്തെ അമൂല്യ നിമിഷമായിട്ട് കാണും. 1 ഉം 4 ഉം ആണ് ഇതിന് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. അടുത്ത നോക്കിക്കേ. പഴുത്ത ഇരുമ്പിൽ കൂടം തട്ടി 1000 രൂപങ്ങൾ വളരുന്നു. നമ്മുടെ ഡി വിനയേന്ദ്രന്റെ ചരിത്രം എന്ന് പറഞ്ഞ കവിതയായിരുന്നു. ഈ വരിക്ക് യോജിക്കുന്ന 2 വസ്തുതകൾ എഴുതുക. നമ്മുടെ പ്രവേശകം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇത് പ്രവേശകത്തിലുള്ള ആയിരുന്നു അല്ലെ. ഉറവ് എന്ന് പറഞ്ഞ യൂണിറ്റിന്റെ പ്രവേശകാണ്. അപ്പം പഴുത്ത ഇരുമ്പിൽ കൂടം തട്ടി 1000 രൂപങ്ങൾ വളരുന്നു. ഈ വരിക്ക് യോജിക്കുന്ന 2 വസ്തുതകൾ ഏതൊക്കെയാണ്? മനുഷ്യാധ്വാനത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നാണോ പറയുന്നത്?
ഒരിക്കലുമല്ല. മനുഷ്യ അധ്വാനത്തിന് പ്രസക്തിയുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതൊരു തെറ്റായ പ്രസ്താവനയാണ്. അധ്വാനം പുതിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. കറക്റ്റ് ആണ്. ഡി വിനയേന്ദ്രൻ അതാണ് പറയാൻ ശ്രമിക്കുന്നത്. അധ്വാനം പുതിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. ഉൽപ്പന്നങ്ങൾ മനുഷ്യരെ കീഴടക്കുന്നു. അങ്ങനെ ഒരു കാര്യം ആ കവിതയിൽ പറയുന്നില്ല. അടുത്തത് അധ്വാനത്തിൽ നിന്ന് കല പിറവികൊള്ളുന്നു അല്ലെ. അധ്വാനത്തിൽ നിന്നാണ് കല പിറവികൊള്ളുന്നത്. അത് ശരിയായ ആൻസർ ആണ്. അപ്പം 2ഉം 4ഉം ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഉത്തരങ്ങൾ. അടുത്തത് മുഹിദ്ദീൻ മാലയുടെ സവിശേഷതയായി വരുന്ന 2 പ്രസ്താവനകൾ എടുത്തെഴുതുക. കഴിഞ്ഞ കൊല്ലത്തെ എക്സാമിനും ചോദിച്ച ചോദ്യം തന്നെയാണ് മുഹിദ്ദീൻ മാലയുടെ പ്രത്യേകതകൾ. 1, അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി. വെരി വെരി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അറബി മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതിയാണ് മുഹിദ്ദീൻ മാല. കോഴിക്കോട് ജീവിച്ചിരുന്ന സൂഫി വര്യനെ വാഴ്ത്തുന്നു. ശരിയാണോ മക്കളെ? തെറ്റാണ്. ഇത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കോഴിക്കോട് ജീവിച്ചിരുന്ന ഗാസി മുഹമ്മദ് എഴുതിയതാണ്. സൂഫി വര്യൻ എവിടെയായിരുന്നു? ഇവിടെയല്ല, ബാഗ്ദാദിലായിരുന്നു അല്ലെ. ബാഗ്ദാദിലായിരുന്നു. കാലം കൃത്യമായി രേഖപ്പെടുത്തിയ പ്രാചീന കൃതി അല്ലെ. ശരിയാണ്. പോർച്ചുഗീസ് അധിനിവേശത്തെ കുറിച്ചുള്ള ഗ്രന്ഥമാണോ? ഒരിക്കലും അല്ല. അപ്പം 1, 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. മഞ്ഞിനാൽ ചൂളീടിലും മധുരം ചിരിക്കുന്നു, മഞ്ഞിടം നരച്ചൂഴും നമുക്ക് ചിരിക്കുക. ഏത് കവിതയിലുള്ള വരികളായിരുന്നു മക്കളെ? വേഗം നമ്മുടെ മനസ്സിലേക്ക് എത്തണം. ഏതാണ്? ഊഞ്ഞാലിൽ അല്ലെ. ഈ വരികളിലെ ആശയത്തോട് യോജിച്ചു നിൽക്കുന്ന വാക്യങ്ങള് ഏവ? ഒന്നാമത്തത്, വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിലും സന്തോഷം കണ്ടെത്തുന്നു അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. വൃദ്ധ ദമ്പതിമാര് വാർദ്ധക്യത്തിലാണ്, പക്ഷെ എന്താണ്? അവര് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അടുത്തത്, വൃദ്ധ ദമ്പതികളുടെ ഒറ്റപ്പെടലാണോ? ഒരിക്കലും അല്ല. പ്രകൃതിയുടെ സൗന്ദര്യം മനുഷ്യ ജീവിതവുമായി കൂടിച്ചേരുന്ന അവസ്ഥ അല്ലെ. ആണ്. മഞ്ഞിനാൽ ചൂളിയിടിലും മധുരം ചിരിക്കുന്നു. അതായത് മഞ്ഞ് വീണ ഭൂമി അല്ലെ, നര വീണ ഈ ദമ്പതികളെ പോലെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. വാർദ്ധക്യത്തിലെ ദൈന്യതയെ കുറിച്ചുള്ള പരാതിയാണോ? ഒരിക്കലുമല്ല. അപ്പം 1, 3 ആണ് ഇതിൽ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ. കൈപ്പാട് എന്ന ഡോക്യുമെന്ററി സിനിമ പങ്കുവയ്ക്കുന്ന ആശയങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. കൈപ്പാട് ഓർക്കുന്നുണ്ടോ? ഡോക്യുമെന്ററി ആണ് അല്ലെ. ഡോക്യുമെന്ററിയുടെ പ്രത്യേകതകളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പം അതിന്റെ പ്രധാന ആശയങ്ങള്: 1, കൃഷിയോട് താല്പര്യമില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സാമൂഹിക പ്രശ്നമാണോ അതിൽ കാണിക്കുന്നത്? ആണോ മക്കളെ? ഒരിക്കലും അല്ല. നമ്മുടെ ചുറ്റുവട്ടത്തും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് കാണിച്ചു തരികയാണ് അല്ലെ. നമ്മുടെ ചുറ്റുവട്ടത്ത് കുറെ കാര്യങ്ങളുണ്ട്. അതറിയാണ്ട് നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുവട്ടത്തും പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. വ്യവസായം നമ്മുടെ കൃഷിരീതികളെ നശിപ്പിക്കുന്നു. അങ്ങനെയൊന്നും കൈപ്പാട് പറയുന്നില്ല. പിന്നെന്താ പറയുന്നത്? പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യം ചിത്രീകരിക്കുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരാണ്. പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യമാണ് അതില് ചിത്രീകരിക്കുന്നത്. അപ്പം നമ്മുടെ 2ാമത്തേതും 4ാമത്തേതുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന ഉത്തരങ്ങൾ. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ വൃദ്ധയും യുവതിയും തമ്മിലുള്ള സമാനത വ്യക്തമാക്കുന്ന സൂചനകൾ ഏതൊക്കെ? അല്ലെ. അതിലൊരു വൃദ്ധയുണ്ടായിരുന്നു, പെൺകുട്ടി ഉണ്ടായിരുന്നു അല്ലെ. അവർ തമ്മിലുള്ള സാമ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. 2 പേർക്കും കഥ എഴുത്തിൽ താല്പര്യമുണ്ട്. ശരിയാണോ? അല്ല. വൃദ്ധയ്ക്ക് താല്പര്യമുണ്ട്, പെൺകുട്ടിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്നില്ല. 2 പേരും വീടിനുള്ളിൽ ഒതുങ്ങി കഴിയുന്നു. ശരിയാണ് അല്ലെ. 2 പേരും വീടിനുള്ളിലാണ് ഒതുങ്ങി കഴിയുന്നത്. അടുത്തത്, തുരുമ്പ് പിടിച്ച വിജാഗിരി ഇളകുന്നത് പോലെയാണ് 2 പേരുടെ ശബ്ദവും. ആണോ മക്കളെ? അല്ല. കാരണം എന്താണ്? അത് വൃദ്ധയുടെ മാത്രം ശബ്ദത്തിന്റെ പ്രത്യേകതയാണ്. പ്രായത്തിൽ 2 പേരുടെയും വിവാഹം നടന്നു. അതെന്താണ്? ശരിയായിട്ടുള്ള ഉത്തരാണ്. അപ്പം 2ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരങ്ങള് അല്ലെ, പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പരിശോധിച്ചത്
2 മാർക്കിന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പാഠഭാഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം താങ്ക് യു മക്കളെ.